ഗൈസ് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഈ വൈഫൈ സ്മാർട്ട് സ്വിച്ച് ആണ്. ഇതുവഴി നമുക്ക് വീട്ടിൽ ലൈറ്റും ഫാനും എല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ഫോൺ ത്രൂ കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. അതെങ്ങനെ നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിവിടെ എന്നും L, L1, L2, L3, L4 എന്നാണ്. ഈ L എന്ന് പറയുന്ന ന്യൂട്രൽ ഇന്നും ലൈൻ ഇന്നും ആണ്, അതായത് ഫേസ് ഇന്നും ആണ്. ഓക്കെ, ഈ L1, L2, L3, L4 എന്ന് പറയുന്നത് നമുക്ക് ബൾബിൻ്റെ നമുക്ക് ഏതാണോ ഡിവൈസ് അവിടെ കൊടുക്കേണ്ടത്. ഇപ്പോൾ ബൾബാണെങ്കിൽ ബൾബ്, ഫാൻ ആണെങ്കിൽ ഫാൻ. ഓക്കെ, ആ ഫാനിൻ്റെ കണക്ഷൻ, ഫാൻ അല്ലെങ്കിൽ ബൾബിൻ്റെ, ഇപ്പോൾ നമ്മൾ ബൾബാണ് എടുക്കുന്നത്, ബൾബിൻ്റെ കണക്ഷൻ അതായത് ഫേസ് കണക്ഷൻ ഈ L1 അവിടെ കൊടുക്കുക. ഓക്കെ, നമുക്ക് ഈ സ്ക്രൂ ലൂസ് ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാനുള്ള ഓപ്ഷൻ ആണ്. ഓക്കെ, അതുപോലെ L1 അവിടെ കൊടുക്കുക, L2 അതായത് നമുക്ക് അടുത്ത ബൾബ് L2, അടുത്ത ബൾബ് അല്ലെങ്കിൽ ഫാൻ അങ്ങനെ കൊടുക്കാം, L3, L4 അങ്ങനെ 4 ഡിവൈസ് വഴി നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതേപോലെ ഈ S1, S2, S3, S4 എന്ന് പറയുന്നത് നമുക്ക് എക്സ്ട്രാ സ്വിച്ച്, അഡീഷണലി സ്വിച്ച് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടോ. ഇപ്പം നമുക്കൊരു സ്വിച്ച് എടുക്കുകയാണെങ്കിൽ ഈ കോം എന്ന് പറയുന്ന വയർ ഈ സ്വിച്ചിൻ്റെ അടിഭാഗത്തേക്ക് കൊടുക്കാം. അതേപോലെ ഈ S1 കാണിക്കുന്ന അതായത് ഇത് കോം, ഈ രണ്ടാമത്തെ കാണുന്ന S1, ഈ കോം എന്ന് പറയുന്ന സ്വിച്ചിൻ്റെ അടിഭാഗത്തേക്ക് കൊടുക്കുക, ഈ S1 എന്ന് പറയുന്ന സ്വിച്ചിൻ്റെ മേൽഭാഗത്തേക്കും. ഓക്കെ, ഇപ്പോൾ നമുക്ക് S2 എടുക്കുകയാണെങ്കിൽ സ്വിച്ച് അതായത് കോം എന്ന് പറയുന്ന സ്വിച്ച് അടുത്ത സ്വിച്ചിൻ്റെ അടിഭാഗത്തേക്ക് കൊടുക്കുക, ഈ S2 എന്ന് പറയുന്ന അതായത് ഈ വയർ S2 എന്ന് പറയുന്ന സ്വിച്ചിൻ്റെ മേൽഭാഗത്തേക്ക് കൊടുക്കുക. ഇനി അതല്ലാണ്ട് നമുക്ക് ടൈമർ ഷെഡ്യൂൾ ചെയ്തിട്ടുള്ള ഓപ്ഷൻ കൂടി ഇതിനകത്ത് വരുന്നുണ്ട് കേട്ടോ. നമുക്കൊരു വൈകുന്നേരം 6 മണിക്ക് ഓൺ ആയിട്ട് ഒരു രാത്രി 9 മണി 10 മണി ആകുമ്പോഴത്തേക്ക് ഓഫ് ആവുന്ന രീതിക്ക്, അതായത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫ് ആവുന്ന രീതിക്ക് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കേണ്ടി പറ്റുന്നതാണ് കേട്ടോ. അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ.